ഇസ്രായേലിൽ പ്രതിഷേധ കൊടുങ്കാറ്റ്. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞാണ് വൻ പ്രതിഷേധ പ്രകടനം അരങ്ങേറിയത്. തീവ്ര ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുള്ള ഏകദേശം 2 ലക്ഷം പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ജെറുസലേമിലേക്കുള്ള പ്രവേശന കവാടം പ്രതിഷേധക്കാർ ബ്ലോക്ക് ചെയ്തു. നിർബന്ധിത സൈനിക സേവനത്തിനെതിരെയാണ് പ്രതിഷേധം. പ്രതിഷേധ പ്രകടനം അക്രമാസക്തമായി. പ്രതിഷേധക്കാർ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു. പോലീസുമായും പ്രതിഷേധക്കാർ ഏറ്റുമുട്ടി. പ്രാർത്ഥനാ റാലി എന്ന നിലയിൽ സംഘടിപ്പിച്ച കൂറ്റൻ പ്രകടനം അക്രമാസക്തമാവുകയായിരുന്നു. ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സുകാരായ വിവിധ വിഭാഗങ്ങൾ പ്രകടനത്തിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി. പലപ്പോഴും പരസ്പരം ഭിന്നിച്ചു നിൽക്കുന്നവരും പരസ്പരം ഇടപഴകാത്തവരുമാണ് ഈ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ. ഇവർ ഒരുമിച്ചെത്തിയതാണ് ഈ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീവ്ര ഓർത്തഡോക്സ് വിഭാഗം നടത്തിയ ഏറ്റവും വലിയ പ്രകടനങ്ങളിലൊന്നായിരുന്നു ഇതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പുതിയ ഹരേതി ബ്രിഗേഡിലെ പരിശീലനം പൂർത്തിയാക്കിയ റിസർവ് സൈനികരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രകടനത്തെ നിയന്ത്രിക്കാൻ നഗരത്തിലുടനീളം ഏകദേശം 2000 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. വൻ പങ്കാളിത്തമാണ് പ്രതിഷേധ പ്രകടനത്തിലുണ്ടായത്. ഏകദേശം 2 ലക്ഷം പേരടങ്ങുന്ന ജനക്കൂട്ടം അക്രമാസക്തരായി. ഒരു വനിതാ പത്രപ്രവർത്തകയ്ക്ക് നേരെ വാട്ടർ ബോട്ടിലുകളും മറ്റു വസ്തുക്കളും എറിഞ്ഞു. മറ്റു ചിലർ വഴിയാത്രക്കാരെ ഉപദ്രവിച്ചു. ചിലയിടങ്ങളിൽ ജനക്കൂട്ടം തീയിട്ടു. ഇതോടെ പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമം തുടങ്ങി. ഇത് പോലീസുമായി കടുത്ത ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു. ജെറുസലേമിൻ്റെ മധ്യഭാഗത്ത് നിർമ്മാണത്തിലുള്ള ബഹുനില കെട്ടിടത്തിലും സമീപത്തുള്ള ക്രെയിനുകളിലും ഹരേതി യുവാക്കൾ അടങ്ങുന്ന ഒരു സംഘം കയറി. അതിനിടെ 20 വയസ്സുള്ള ഒരു യുവാവ് കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു. ഇതേ തുടർന്ന് പ്രതിഷേധ പ്രകടനം പെട്ടെന്ന് അവസാനിച്ചു. ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് യൂതവിഭാഗമാണ് ഹരേതികൾ. നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കുന്നതിനെതിരെ വൻ പ്രതിഷേധമാണ് ഇവർ ഉയർത്തുന്നത്. ഹരേതി വിഭാഗത്തിലെ 1000 പുരുഷന്മാർക്ക് സൈനിക സേവനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ലഭിച്ചതോടെയാണ് പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. സൈന്യത്തിൽ ചേരാനുള്ള ഉത്തരവ് റദ്ദാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പുറത്താക്കപ്പെട്ട പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ്റാണ് 7000 ഹരേതി ജൂതന്മാരെ സൈനിക സേവനത്തിന് നിർബന്ധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. ഇതിൽ 1000 പേർക്കാണ് നിർദ്ദേശം നൽകിയത്. പുതുതായി ചുമതലയേറ്റ പ്രതിരോധ മന്ത്രി ഇത് റദ്ദാക്കിയില്ല. സൈനിക സേവനം നിരസിക്കുന്നവരുടെ പാസ്പോർട്ടും ധനസഹായവും റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് സൈനിക സേവനം നിരസിക്കുന്നവരുടെ പാസ്പോർട്ടും ധനസഹായവും റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ ജൂണിലാണ് ഹരേതി ജൂതന്മാരെയും നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്ന വിധി സുപ്രീം കോടതി പുറത്തുവിട്ടത്. ആ ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇസ്രായേൽ ജനസംഖ്യയുടെ 13% വരും ഹരേതി ജൂതന്മാർ. ഇവരിൽപ്പെട്ട ഏകദേശം 99 ലക്ഷം പേർ നിലവിൽ സൈനിക സേവനം അനുഷ്ഠിക്കുന്നില്ല. പകരം അവരുടെ ജീവിതം മതഗ്രന്ഥമായ തോട പഠിക്കാനായി സമർപ്പിച്ചിരിക്കുകയാണ്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കണമെന്നാണ് ഇസ്രായേൽ നിയമം. പുരുഷന്മാർക്ക് 32 മാസവും സ്ത്രീകൾക്ക് 24 മാസവുമാണ് നിർബന്ധിത സൈനിക സേവനം. എന്നാൽ ഇതിൽ നിന്ന് ഹരേതികളെ ഒഴിവാക്കിയത് ഇസ്രായേലിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന തർക്ക വിഷയമാണ്. ഗാസ യുദ്ധത്തോടെ ഈ തർക്കം രൂക്ഷമായി. 21% വരുന്ന അറബ് ന്യൂനപക്ഷവും സൈനിക സേവനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്.